ജോൺസേട്ടാ, ആ പാലക്കാട് ഇലക്ഷൻ കഴിഞ്ഞു, റിസൾട്ട് വന്നു. അതെ. കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടം വിജയിക്കുകയും ചെയ്തു. ഉവ്വ് ബി.ജെ.പിയുടെ ഇടയിൽ ഭയങ്കര പ്രശ്നങ്ങളാണ്. അതെ. നേതൃത്വത്തിന്റെ പേരിലും ഇലക്ഷന്റെ നേതൃത്വം ശരിയായില്ല, തമ്മിൽ തല്ല്. ഉവ്വ് അപ്പോ ഇത് അടുത്ത ഇലക്ഷനെ ഏതെങ്കിലും രീതിയിൽ ബി.ജെ.പിയെ ബാധിക്കും, കോൺഗ്രസിന് നേട്ടാവോ, എങ്ങനെ എന്തെങ്കിലും അടുത്ത വരാൻ പോകുന്നത് ഇനി പഞ്ചായത്ത് ഇലക്ഷനാണ്. സത്യത്തില് ഈ പഞ്ചായത്ത് ഇലക്ഷനില് ഇപ്പോഴത്തെ അവസ്ഥ ഈ അവസ്ഥ വെച്ചിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചായത്ത് ഇലക്ഷനിലും ഈ ഇലക്ഷനായിട്ട് യാതൊരു വക ബന്ധമില്ല. ഞാൻ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പാണ്, വാർഡുകളിലെ തെരഞ്ഞെടുപ്പ്. വാർഡിൽ എന്ന് പറഞ്ഞാൽ സാധാരണ പ്രവർത്തകരാണ് മത്സരിക്കുന്നത്. അവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു പാർട്ടി മത്സരിക്കുമ്പോഴും ആ പാർട്ടിയുടെ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാർഡ് തലത്തിൽ പ്രവർത്തിക്കാനുള്ള പ്രവർത്തകരുടെ ബലമാണ് ഏറ്റവും പ്രധാനം. ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ പൊസിഷൻ വെച്ചിട്ട് ഒരു 50 വയസ്സിന് താഴെയുള്ള വ്യക്തികൾ വർക്ക് ചെയ്യാനില്ലാത്ത അവസ്ഥയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു വാർഡ് എടുക്കുകയാണെങ്കിൽ അതിൽ 1-2 പ്രവർത്തകരാണ് പ്രവർത്തിക്കാനുള്ളൂ. എനിക്ക് ഒരു 50 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകളാണ്. കഴിഞ്ഞാൽ മണ്ഡലം കമ്മിറ്റി, ബ്ലോക്ക് കമ്മിറ്റി എന്നല്ലാണ്ട് വാർഡ് കമ്മിറ്റി ഒരാൾ 2 ആളൊക്കെയാണ് പ്രവർത്തിക്കാനുള്ളത്. അതുകൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നല്ല പ്രവർത്തകരില്ലെന്ന് മാത്രമല്ല, ഇപ്പോഴത്തെ പുതിയ വാർഡുകൾ മുഴുവൻ വെട്ടിമുറിച്ചിട്ടുള്ളതുകൊണ്ട് എല്ലാ വാർഡുകൾ ചക്കത്തൊണ്ടം വെട്ടിമുറിച്ച പോലെ വെട്ടിമുറിച്ചിട്ടാണ് ഈ സംഗതി വെച്ചിട്ടുള്ളത്. അതിൻ്റെ പേരിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, സർക്കാരിനെതിരെയുള്ളൊരു ചെറിയൊരു എതിർപ്പുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് ജനങ്ങളുടെ പിന്തുണ ഉണ്ടെങ്കിലും പ്രവർത്തിക്കാനായിട്ട് ആളില്ലാത്തതുകൊണ്ട് കോൺഗ്രസിന് അടുത്ത എന്താ പറയുക തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാര്യമായിട്ടൊരു മുൻതൂക്കം ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. കോൺഗ്രസിൻ്റെ സഖ്യകക്ഷി നമ്മുടെ UDFിൻ്റെ സഖ്യകക്ഷി എന്നുള്ള നിലയ്ക്ക് മുസ്ലിം ലീഗിന് ശക്തമായ മുന്നേറ്റം ഉണ്ടാവും. കാരണം മുസ്ലിം ലീഗിന് മായി ബന്ധപ്പെടുന്ന ഭാഗങ്ങളിൽ ശക്തമായ ഒരു മുന്നേറ്റം ഉണ്ടാവും. പക്ഷേങ്കിലും കോൺഗ്രസിനെ എന്നുള്ള എന്താ പറയുക കഴിഞ്ഞ അവസ്ഥ വിട്ടിട്ട് കാര്യമായിട്ടൊരു മുന്നേറ്റം ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. CPMനെ സംബന്ധിച്ചിടത്തോളം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിലെ അവസ്ഥ നിലനിർത്താനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം തിരുവനന്തപുരം, തൃശ്ശൂർ, കോഴിക്കോട്, പാലക്കാട്, കൊല്ലം, ആലപ്പുഴ, കാസർഗോഡ്, പത്തനംതിട്ട എന്നീ ജില്ലകളിൽ, ഞാനീ പറഞ്ഞ ജില്ലകൾ പ്രത്യേകം ഓർമ്മ വയ്ക്കുക. തിരുവനന്തപുരം, തൃശ്ശൂർ, കോഴിക്കോട്, പാലക്കാട്, കൊല്ലം, ആലപ്പുഴ, കാസർഗോഡ്, പത്തനംതിട്ട ഈ ജില്ലകളിൽ BJPയും CPMയും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുന്നത്. കാരണം ആ സ്ഥലങ്ങളിൽ ഓരോ വാർഡിലും ഇഞ്ചോട് ഇഞ്ചുള്ള പോരാട്ടം CPMും BJPയും കോൺഗ്രസും തമ്മിൽ നടക്കുന്ന അവസ്ഥ വരുന്നു. അതുകൊണ്ട് കാരണം നിലവിൽ BJPക്ക് ശരിക്കും പറഞ്ഞാൽ വളരെ പുറകിലാണെങ്കിലും ഈ എന്താ പറയുക ഈ 8 ജില്ലകളിൽ BJP ശക്തമായ വാർഡ് തലത്തിൽ ശക്തമായ മുന്നേറ്റം കാഴ്ചവെക്കുന്നതായിരിക്കും. കാരണം ഇപ്പോഴത്തെ അവരുടെ മുകളിലത്തെ ഈ തർക്കങ്ങൾ, പടലപ്പിണക്കങ്ങൾ, പ്രശ്നങ്ങളൊന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല. അതുകൊണ്ട് BJPയുടെ വൻ ഒരു കുതിച്ചുചാട്ടം ഈ ജില്ലകളിൽ ഉണ്ടാവാം. ബാക്കി സ്ഥലങ്ങളിൽ ഒരു പക്ഷേ UDFന് മേൽക്കായി വരാം. എങ്കിലും എന്താ പറയുക ഒരു ഭൂരിപക്ഷം ഒറ്റ കക്ഷിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇടതുപക്ഷത്തിന് അനുകൂലമായ പോലെയുള്ള ഒരവസ്ഥ എന്തായാലും ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉണ്ടാവില്ല. കാരണം BJP ആയിരിക്കും ഏറ്റവും കൂടുതൽ മെച്ചുണ്ടാക്കാമെന്നാണ് എൻ്റെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം വെച്ചിട്ടുള്ള എൻ്റെ ഒരു നിഗമനം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ലോക്സഭ ഇലക്ഷൻ കഴിഞ്ഞു, അതിനുശേഷം പാലക്കാട് ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മളെ രാഷ്ട്രീയ രംഗത്ത് വന്നിട്ടുള്ള വർഗീയമായ ചില ധ്രുവീകരണങ്ങളുടെ ഒരു സാധ്യത വന്നോളൂ. ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി, PDP പോലെയുള്ള സംഘടനകളെ ചൊല്ലി ഇടതുപക്ഷവുമായിട്ടുള്ള തർക്കങ്ങൾ, വിഷയങ്ങൾ, ഇതൊക്കെ BJP ഒരു കാലത്ത് BJP പറഞ്ഞിരുന്ന അതേ ആശയങ്ങളും അതേ വിഷയങ്ങളാണ് ഇടതുപക്ഷം ഇപ്പോൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഇതിൻ്റെയൊക്കെ ബെനിഫിറ്റായിട്ട് LDFന് കിട്ടുന്നതിനേക്കാൾ കൂടുതലായിട്ട് അത് BJPക്ക് അനുകൂലമാകുന്ന സാഹചര്യമാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ, മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകളിൽ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ വിട്ട് BJP വൻ കുതിച്ചുചാട്ടം നടത്തുകയും ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ നിർണായക ഇടത് വലത് മുന്നണികൾക്കൊപ്പം തന്നെ നിർണായക ശക്തിയായിട്ട് BJP ഈ തെരഞ്ഞെടുപ്പിൽ മാറാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം ഈ പാലക്കാടിൻ്റെ അവസ്ഥയോ അവരുടെ നേതൃത്വത്തിലെ തല്ലോ വഴക്കോ കണ്ടിട്ട് UDF LDF സന്തോഷിച്ചിരിക്കുകയാണെങ്കിൽ ആ അവസ്ഥയല്ല സംഭവിക്കാൻ പോണത്. BJPയുടെ വൻ കുതിച്ചുചാട്ടമായിരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പ് സംഭവിക്കുക എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ വിലയിരുത്തൽ. കേരള രാഷ്ട്രീയത്തിലെ ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിലെ രാഷ്ട്രീയത്തിലെ അവസ്ഥ വെച്ച് BJPക്ക് അനുകൂലമാകുന്ന സാഹചര്യം ഉരുത്തിരിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല
പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാർ ഏറ്റവും കൂടുതലുള്ള അവരുടെ പക്ഷത്താണ്. കാരണം UDF-നെ LDF-നെ അപേക്ഷിച്ച് പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാർ കൂടുതലും BJP-യിലാണെന്ന്. അതുകൊണ്ട് നേതൃത്വ നിരയിലെ പ്രശ്നങ്ങൾ, വിഷയങ്ങളും കാര്യങ്ങളൊക്കെ സത്യമാണ്. BJP-യുടെ സംസ്ഥാനതല ജില്ലാതല നേതൃത്വത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഈ വാർഡ് തലത്തിലെ മത്സരങ്ങൾ വരുമ്പോൾ അവർക്ക് നല്ലൊരു അഡ്വാൻറ്റേജ് ഉള്ള അവസ്ഥ വരുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇനി എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്? പറയേ. എന്ത് സാധ്യതയാണ് കോൺഗ്രസിന് വരാനുള്ള സാധ്യത നിന്റെ അഭിപ്രായത്തില്? പാലക്കാട് സീറ്റ് കിട്ടി. പിന്നെ ഇപ്പോഴത്തെ ഘട്ടത്തിൽ BJP കൂടെ ആൾക്കാർക്ക് താല്പര്യമുണ്ടായി. പിന്നെ ഇപ്പൊ ഈ ഭരണത്തിനോട് LDF-ന്റെ ഭരണത്തിനോട് ഒരു വിഭാഗം ആൾക്കാർക്ക് എതിർപ്പായി. അതിന്റെ പ്രവണത കൊണ്ടാണല്ലോ അപ്പൊ വോട്ട് കുറഞ്ഞത്. ശാലക്കര 23,000 വോട്ട് കുറഞ്ഞത് ഇപ്പൊ 12,000 ആക്കിയത് ആ ഭരണത്തിന്റെ കുറവുകൊണ്ടാണെന്ന് ഞാൻ വിലയിരുത്തുന്നു. എന്റെ അഭിപ്രായത്തിൽ കോൺഗ്രസിനെ സാധ്യത എന്റെ ഒരു വിശ്വാസം. അല്ല, കഴിഞ്ഞ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് കോൺഗ്രസിന് അല്പം നില മെച്ചപ്പെടാം. പക്ഷെ എങ്കിലും എന്താ പറയാ, ഈ ലോക്സഭ ഇലക്ഷന് നമ്മൾ നോക്കിയിട്ടുള്ള അവസ്ഥ വെച്ച് നോക്കുമ്പോഴേ ആ ഒരു രീതിയിൽ UDF-ന് സാധ്യത ഉണ്ടാവണമെന്നില്ല. കാരണം വാർഡുകൾ മുഴുവൻ വെട്ടിമുറിച്ച് പുതിയ ഒരു ഇതിലേക്ക് വന്നു. അപ്പൊ പ്രവർത്തിക്കാൻ തന്നെ പല വാർഡുകൾ ആളുകൾ ഉണ്ടാവില്ല. നമ്മൾ വാർഡുകളിൽ സ്ലിപ്പ് കൊടുക്കാനും ഇത് കൊടുക്കാൻ ആളുകൾ വേണ്ട വർക്ക് ചെയ്യാനായിട്ട്. ആ ഒരു അവസ്ഥ തന്നെ ആകെ വ്യത്യാസം വന്നിട്ടുണ്ടായിരിക്കുന്നത്. BJP-ക്ക് ഒരു കേഡർ സിസ്റ്റം ഉണ്ടെന്ന്, അതുപോലെ CPM-നും ഇടതുപക്ഷത്തിനും അതുപോലെ തന്നെ ഒരു സിസ്റ്റം ഉണ്ടെന്ന്, പ്രവർത്തിക്കാനുള്ളൊരു ചങ്കലക്കണ്ണികളുണ്ടെന്ന്. UDF-ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഈ ശക്തി വർക്കും നല്ല രീതിയിൽ നടക്കുമെങ്കിലും ബാക്കി സ്ഥലങ്ങളിൽ ഇതിനുള്ള സാധ്യത വളരെ കുറവാണ്. പ്രതിപക്ഷ നേതാവൊക്കെ ഭയങ്കരമായിട്ട് ശക്തിപ്പെടുന്നു പറയുന്നുണ്ടെങ്കിലും 50 വയസ്സിന് താഴെയുള്ള ആളുകൾ ശരിക്കും പറഞ്ഞാൽ പ്രവർത്തിക്കാൻ ഇല്ല എന്നുള്ളതാണ്. നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ 50 വയസ്സിന് താഴെയുള്ള പ്രവർത്തകർ കോൺഗ്രസിൽ പ്രവർത്തിക്കാനായിട്ട് വളരെ എണ്ണം കുറവാണെന്ന്. ആ അവസ്ഥയിൽ പ്രവർത്തനം നടന്നില്ലെങ്കിൽ വാർഡുകളിൽ നിൽക്കുന്ന ആളുകൾക്ക് പ്രവർത്തിക്കാൻ ആളില്ല എന്നുണ്ടെങ്കിൽ വോട്ട് ചെയ്യാൻ തന്നെ പോവാത്തൊരു അവസ്ഥ വരുന്നു. ആ അവസ്ഥയിലാണ് BJP-ക്ക് അഡ്വാൻറ്റേജ്. കാരണം ഇത്രയും ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 8 ജില്ലയിൽ BJP വൻ കുതിച്ചുചാട്ടം നടത്തും. പക്ഷേ UDF-ന്റെ ഒപ്പം തന്നെ അവർ ഈ ജില്ലകളിൽ പിടിച്ചു നിൽക്കാനുള്ള സാധ്യത വളരെയധികമാണ്. അപ്പോൾ LDF-ഉം ഈ ജില്ലകളിലൊക്കെ LDF-ഉം UDF-ഉം BJP-യും തമ്മിലുള്ള പോരാട്ടം ഒപ്പത്തിനൊപ്പമായിരിക്കുന്നു. അവിടെ ഒരു പക്ഷേ 2ാം സ്ഥാനത്ത് പല മണ്ഡലങ്ങളും BJP വരാനുള്ള സാധ്യത വളരെ, രണ്ടാമത്തെ ഉള്ള ഒരു ഇതിൽ അവർ പിടിച്ചിട്ടു. ഈ 8 തിരുവനന്തപുരം, തൃശ്ശൂർ, കോഴിക്കോട്, പാലക്കാട്, കൊല്ലം, ആലപ്പുഴ, കാസർഗോഡ്, പത്തനംതിട്ട ജില്ലയിൽ BJP ശക്തമായ മുന്നേറ്റം കാഴ്ചവെക്കുന്നതാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, ശരി.